9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 2ാം ഭാഗത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇവിടെ നോക്കുന്നത്. ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. ഇവിടെ ആദ്യം ഒരു ലിഖിതത്തിലെ ഏതാനും ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലിഖിതത്തിൻ്റെ ഭാഗം നികുതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിലെ തെക്കേ ഭിത്തിയിൽ കാണപ്പെട്ട രാജരാജ ചോളൻ്റെ ലിഖിതത്തിലെ ഏതാനും ഭാഗങ്ങളാണ് മുകളിൽ തന്നിട്ടുള്ളത്. രാജാവിൻ്റെ പേരിലുള്ള മരക്കാലുകൊണ്ട്, മരക്കാൽ എന്നാൽ അളവ് പാത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്, ആ മരക്കാലുകൊണ്ട് അളന്ന് നെല്ലായും സ്വർണമായും കാശായും നികുതി അടയ്ക്കേണ്ടതാണ്. CE 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോളന്മാരുടെ രാജ്യത്തെക്കുറിച്ചിട്ടാണ് ഈ ലിഖിതങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലമായിരുന്നു അവരുടെ ആസ്ഥാനം. പല്ലവന്മാരിൽ നിന്നുമാണ് ചോള രാജാക്കന്മാർ അധികാരം പിടിച്ചെടുത്തത്. അക്കാലത്ത് ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചോള രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. ചോള രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് കാരണമായ ഒരു നദിയാണ് കാവേരി നദി. കാവേരി നദിയുടെ താഴ്വാരത്താണ് ചോള രാജ്യം സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ആ പ്രദേശം വിഭവസമൃദ്ധമായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായതിനാൽ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. അവിടെ അവർ ഭക്ഷ്യധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, വെറ്റില, അടയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ, വിവിധതരം പൂക്കൾ എന്നിവ കൃഷി ചെയ്തു. കൃഷിക്ക് ജലസേചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഭരണാധികാരികൾ വ്യത്യസ്തങ്ങളായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. അവയിൽ കുളങ്ങൾ, ജലസംഭരണികൾ, കനാലുകൾ, കിണറുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ നദികൾ കുറുകെ തടയണ കെട്ടി വെള്ളം തടഞ്ഞ ശേഷം ആ ജലസംഭരണിയിൽ നിന്നും ചാലുകൾ കീറി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളമെത്തിച്ചു. പ്രകൃതിദത്തമായ അരുവികൾ ഇല്ലാത്തിടത്ത് ഭീമാകാരങ്ങളായ കുളങ്ങൾ കെട്ടി അവയിൽ മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു. വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട ഇത്തരം സംഭരണികൾ എരിപ്പട്ടി എന്നറിയപ്പെട്ടു. മാത്രമല്ല, കൃഷിയുടെ പുരോഗതിക്കായി കർഷകർക്ക് നികുതി ഇളവുകൾ നൽകുകയും തരിശു കിടന്ന ഭൂമി കൃഷിക്കുപയുക്തമാക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ക്ഷേത്രങ്ങൾക്കും ബ്രാഹ്മണർക്കും ഭൂമിദാനം നൽകിയതിലൂടെ കൂടുതൽ പ്രദേശത്ത് കൃഷി വ്യാപിക്കാൻ സാധിച്ചു. എന്നാൽ ഇത്തരം ഭൂമികളിൽ കൃഷിപ്പണി ചെയ്തത് അടിമ സമാനമായ ജീവിതം നയിച്ച കർഷക തൊഴിലാളികളായിരുന്നു. ചോള രാജ്യത്തിലും ആഭ്യന്തര വാണിജ്യവും വിദൂരക്കടൽ വാണിജ്യവും വികാസം പ്രാപിച്ചിരുന്നതായി അക്കാലത്തെ ലിഖിതങ്ങൾ തെളിവ് നൽകുന്നു. പ്രാദേശിക കമ്പോളങ്ങളിൽ നിരവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നു. നെയ്ത്ത് ഒരു പ്രധാന വ്യവസായമായിരുന്നു. നെയ്ത്തുകാരുടെ സംഘങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു. മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ ഉത്തരേന്ത്യയിലേക്കും മറ്റും കയറ്റുമതി ചെയ്തിരുന്നു. കരിമ്പും ഒരു പ്രധാന വാണിജ്യ ഉൽപ്പന്നമായിരുന്നു. കൃഷിക്ക് പുറമെ ലോകപ്പണിയും വികാസം പ്രാപിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ കാണപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളും പാത്രങ്ങളും ഇതിന് തെളിവാണ്. സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണ നിർമ്മാണവും ഇരുമ്പുപകരണങ്ങളുടെ നിർമ്മാണവും പുരോഗതി പ്രാപിച്ചിരുന്നു. സമുദ്രതീരത്ത് നിന്ന് മുത്തും പവിഴവും ശേഖരിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. കംബോഡിയയിൽ നിന്നുള്ള ഒരു കച്ചവട ദൗത്യ സംഘം 11ാം നൂറ്റാണ്ടിൽ ചോള രാജ്യം സന്ദർശിച്ചിരുന്നു. നാഗപട്ടണം, മഹാബലിപുരം, കാവേരി പൂമ്പട്ടണം, ഷാലിയൂർ, കോർക്കൈ എന്നിവ അക്കാലത്തെ പ്രധാന തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. ഇന്നത്തെ വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കുലോത്തുംഗ ചോള പട്ടണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചോള രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു കുലോത്തുംഗ ചോളൻ. നഗരത്താർ, മണിഗ്രാമം തുടങ്ങിയ സമ്പദ് സമൃദ്ധമായ കച്ചവട സംഘങ്ങൾ ശക്തമായ വ്യാപാരം സാധ്യമാക്കി.